ഓക്കെ, ഒരു കോട്ടയം സ്റ്റൈലിൽ മുളകിട്ട മീൻ കറി ആയാലോ. നല്ല കുറുകുറാ ചാറോട് കൂടിയ ചുമല കറിയാണ്, മീൻ കറിയാണ്. കളറൊന്നും കണ്ടാലും പേടിക്കണ്ട. എരിവ് കുറഞ്ഞ പുളിയൊപ്പൊക്കെ ഉള്ള ഒരു കിടിലൻ കറിയാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതാണ് ഈ കറിക്ക് ആദ്യമായിട്ട് വേണ്ടത്. അതിന് വേണ്ടി ഒരു ബൗളെടുത്ത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ള് കായപ്പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് ഈ പൊടിയെല്ലാം കൂടെ ഒരു പേസ്റ്റാക്കി മാറ്റി വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ആണ്, പിന്നെ മീൻ. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകും ചെറിയ ഉലുവയും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കണം. ഇത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു ചെറിയ ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർക്കാം. പിന്നെ ഞാൻ എരിവ് ഓർത്തിട്ട് ചേർക്കുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ട് കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റിലെ ആ അതിൻ്റെ കറി പേസ്റ്റും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ വരട്ടണം. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കുടംപുളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി വീണ്ടും നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ ഇട്ട് വെക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കൊമ്പൻ എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ ഇത് നല്ല മാംസമുള്ള മീനാണ്. നിങ്ങൾക്ക് ഏത് മീനും ഈ കറി ഉണ്ടാക്കാം. ഇനി മീനെല്ലാം പെറുക്കി നിരത്തി അടുക്കി വെക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീൻ മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിക്കാവുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങ് അപ്പടി വെള്ളമായി പോവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നല്ല കുറുകിയ നല്ല മീൻ കറിയാണല്ലോ വേണ്ടത്. ഇനി നമുക്ക് മീനെല്ലാം പെറുക്കി വെച്ചിട്ട് ഒന്ന് മീൻ തിളച്ച് വരുമ്പോഴത്തേക്കും അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് അടഞ്ഞ് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടപ്പ് മാറ്റിയിട്ട് ഇനി ചെറിയ തീയിൽ കുറച്ച് നേരം എണ്ണ തെളിയുന്നിടം വരെ മീൻ വേവിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് എത്ര ചാറ് വേണമെന്ന് നോക്കിയിട്ട് അത്ര നേരം പറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു കിടിലൻ കറിയാണേ. ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ.